കുട്ടികളുമായി ശ്രദ്ധ നേടി കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ബാഗ് ഓഫ് ഡ്രീംസ് പരിപാടി. കൊടുങ്ങല്ലൂരിൽ വൻ ഓഫറുകളുമായി ജനനി സ്റ്റുഡന്റ് മാർക്കറ്റ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരേ കുട കീഴിൽ. മികച്ച ക്വാളിറ്റി, വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ബ്രാൻഡുകൾ, കുറഞ്ഞ വിലയിൽ കൂടുതൽ ലാഭം. ബ്ലൂബേർഡിന്റെ ബുക്കുകൾ 5 എണ്ണം വാങ്ങുമ്പോൾ 5 എണ്ണം തികച്ചും സൗജന്യം. കൂടാതെ ക്ലാസ്മേറ്റ് നോട്ട്ബുക്കുകൾ ഹോൾസെയിൽ വിലയ്ക്ക്. സ്കൂൾ ബാഗുകൾ, കുടകൾ, റെയിൻകോട്ടുകൾ, സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ജനനി സ്റ്റുഡന്റ് മാർക്കറ്റിൽ. ജനനി ഗൃഹോപകരണ വസ്ത്രമേള, പടിഞ്ഞാറനട, കൊടുങ്ങല്ലൂർ. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ SHG കൂട്ടായ്മയായ പൂമുട്ടുകളിലെ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബാഗ് ഓഫ് ഡ്രീംസ് പരിപാടി സംഘടിപ്പിച്ചു. ജീവിതത്തിന് വെളിച്ചം പകരുകയും മറ്റുള്ളവരെ സേവിക്കുകയും ചെയ്യുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം കയ്പമംഗലം നിയുക്ത MLA ശ്രീ KK വത്സരാജ് നിർവഹിച്ചു. ലോകത്തേക്ക് പ്രവേശിച്ച ഏറ്റവും താഴെ തലത്തിലുള്ള പഠനം ആരംഭിച്ച കുട്ടികളാണ്. ഈ നമ്മുടെ ലോകത്ത് കാണുന്ന ഒട്ടേറെ വിസ്മയങ്ങൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണാനും അത് ഹൃദയസ്ഥമാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പഠനങ്ങളിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. നമുക്ക് പഠിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളായിരിക്കുന്ന ഘട്ടത്തിൽ എല്ലാവർക്കും അതിൻ്റെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയാൽ അന്ന് സ്കൂൾ തുറക്കണമെന്ന് കരച്ചിലിൻ്റെ ഒരു ഘോഷയാത്രയാണ്. ഇപ്പോൾ നമ്മൾ പ്രവേശനോത്സവമൊക്കെ നടത്തി കുട്ടികളെ ഏറ്റവും ആകർഷകമായി സന്തോഷത്തോടു കൂടി കലാലയങ്ങളിലേക്ക് വരവേൽക്കുന്ന രീതിയിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പഠനം എന്ന് പറയുന്നത് ഒരു വലിയ ഭാരമുള്ള അല്ലെങ്കിൽ പ്രയാസകരമായ ഒന്നല്ല. എന്നുവെച്ചാൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ആശ്വാസകരമായ രീതിയിൽ പഠനം നിർവഹിക്കാനും അറിവിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കാനും കുഞ്ഞുങ്ങൾക്ക് കഴിയണം എന്ന സന്ദേശമാണ് ഈ പ്രവേശനോത്സവം ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികളെ കലാലയങ്ങളിലേക്ക് സ്വീകരിച്ച് അവരെ പഠനത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അച്ഛൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സ്വപ്നം കാണുന്നതിനെ കുറിച്ച്. അത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ നമുക്ക് എല്ലാത്തിനെ കുറിച്ചും സ്വപ്നം കാണാൻ കഴിയണം. ആ സ്വപ്നം കാണുമ്പോഴാണ് നമുക്ക് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിയും. ഒരാളും നാളെ ഇന്നതായി തീരും എന്ന് കരുതിയിട്ടല്ല ഈ ലോകത്ത് ജനിക്കുന്നത്. പക്ഷെ അവൻ്റെ നിരന്തരമായ പരിശ്രമവും അതിനുവേണ്ടി അവൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യണം. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറന്റ് ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. പിന്നെ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് അവിടെയൊക്കെ പോകാൻ പറ്റി അല്ലേ, എന്ത് രസമായിരുന്നു. പക്ഷെ ആ സൗഭാഗ്യമൊക്കെ ഇപ്പോൾ പോകാൻ പോയിരുന്നു. ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോകണമെന്നുള്ളൊരു പ്രശ്നം വരുന്നു, ബാഗൊക്കെ തൂക്കി പോകണമെന്നുള്ള പ്രശ്നം വരുന്നു. ഇതൊക്കെ പിടിച്ച് ഓട്ടോറിക്ഷയിൽ കയറണം, വണ്ടിയിൽ കയറണം, അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോയിരിക്കണം. അവർ പറയണ ക്ലാസ് ടീച്ചേഴ്സ് പറയുന്നത് പഠിക്കണം. വീട്ടിൽ വന്ന അപ്പനും അമ്മയും ഇപ്പോൾ ഒന്നും പഠിക്കാനോ ഒന്നും പറയുന്നൊന്നുമില്ല. ഇനി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കണില്ലേ, അത് വരക്കണില്ലേ, റെക്കോർഡ് എഴുതണില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും. ആണോ? പ്രശ്നമായിരിക്കുമോ? പ്രശ്നമായിരിക്കുമോ? പ്രശ്നമല്ല. നിങ്ങൾ വളരുമ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹത്തോടെ
വലിയ വിഷനോടുകൂടെ നിങ്ങൾ വലിയ വലിയ ആഗ്രഹങ്ങളോടുകൂടിയാണ് നിങ്ങൾ ഇനി മാറേണ്ടത്. വലിയ സ്വപ്നം കാണണമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഒരു രാഷ്ട്രപിതാവ് പറഞ്ഞാണ്. അതാ ആരാണ്? ഞാൻ വിചാരിച്ച് കൈപ്പമംഗലം MLA പറഞ്ഞെന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം പറഞ്ഞതാണ്. പറഞ്ഞത് എന്താണ്? സ്വപ്നമുള്ളവരാകില്ല കുട്ടികൾ. അപ്പോൾ എങ്കിലേ അഗ്നിച്ചിറകുകളുമായിട്ട് പറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പറക്കാനുള്ളത് ഇപ്പോൾ നമ്മുടെ MLA ബിരുദധാരിയാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം എന്താ ധനമന്ത്രിയായിട്ട് അല്ലെങ്കിൽ ധനത്തിൽ ബിരുദം നേടിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് ഒരു ബിരുദം നേടിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മികവ് നേടിയെടുക്കാൻ പറ്റുമോ അതിലേക്ക് വളരാനുള്ളവരാണ്, അതിലേക്ക് സ്വപ്നം കാണേണ്ടവരാണ് നിങ്ങൾ. ആ സ്വപ്നമുണ്ടെങ്കിൽ ഇതനുസരിച്ച് ഇപ്പോൾ നമ്മുടെ കൈപ്പമംഗലം MLA പുതിയ MLA ആണ്, ആദ്യമായിട്ടാണ് മത്സരിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈപ്പമംഗലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ടൈസൺ മാസ്റ്റർ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ എല്ലാം ചുമലിൽ എടുക്കാൻ പോകുന്നത് വത്സരാജ് സാറാണ്. കിഡ്സ് അസോസിയേറ്റ് ഡയറക്ടർ റവറൻ ഫാദർ ബിനു പടമാട്ടുമ്മൽ, അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ നിഖിൽ മുട്ടിക്കൽ, പൂമുട്ടുകളുടെ കോർഡിനേറ്റർ C ഷൈനിമോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ തഴപ്പായ, കുളവാഴ തുടങ്ങിയവ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായുള്ള 25 ദിവസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു.